പിന്നെ ഇതൊക്കെ ആൾക്കാർ ഉണ്ടാക്കി കാരണം റസൂല് ശപിക്കപ്പെട്ട വർഗ്ഗമാണ് ട്രാൻസ്ജെൻഡേഴ്സ് അല്ലെങ്കിൽ പെൺവേഷം കെട്ടുന്ന ആണുങ്ങളെയും ആൺവേഷം കെട്ടി നടക്കുന്ന പെൺകുട്ടികളും. ഒന്നാമതൊരു വേഷം കെട്ടല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. പിന്നെ ഒരിക്കലും ഇത് റസൂല് ഒരിക്കലും ഒരാളെ ശപിച്ചിട്ടില്ല. റസൂല് എല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കുന്ന ഒരു വ്യക്തിയാണ്, എല്ലാവരെയും സ്നേഹം കൊണ്ട് മൂടുന്ന വ്യക്തിയാണ്. അതുപോലെ പടച്ച റബ്ബിന്റെ ഓരോ സൃഷ്ടിയും പടച്ച റബ്ബ് അത്രയും ഹലാലാക്കിയിട്ടാണ് ഈ ഭൂമിയിലേക്ക് പഠിച്ചിട്ടുള്ളൂ. അതിൻ്റെ ഒരു സൃഷ്ടിനും പടച്ച റബ്ബ് കളിയാക്കില്ല, അല്ലെ ഒരു പടച്ച റബ്ബ് ശപിക്കുന്നില്ല. അപ്പോൾ എനിക്ക് ഇനിയുള്ള ട്രാൻസ് കുട്ടികളോട് പറയുന്നത്, പലപ്പോഴും പല ആൾക്കാർ വീട്ടിലും കുടുംബത്തിലൊക്കെ അവർ ഒതുങ്ങി നിൽക്കുന്നത് ചിലപ്പോൾ ഈ പടച്ച റബ്ബ് ശപിക്കപ്പെട്ട വർഗ്ഗത്തിലേക്ക് നീ പോവല്ലേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ശപിക്കപ്പെട്ട വർഗ്ഗം, അങ്ങനെ ഒരിക്കലും ഒരു കിതാബിലും പറയുന്നില്ല. പടച്ച റബ്ബ് പഠിച്ചിട്ടുണ്ടോ അത് അള്ളാഹിന്റെ ഹലാലായ പടപ്പ് തന്നെയാണ്. ഇതൊന്നും കേട്ടിട്ട് ആരും വിശ്വസിക്കാൻ നിൽക്കില്ല മക്കളെ. അള്ളാഹിന്റെ റസൂല് പച്ചക്ക് ശപിച്ചു കൊടുക്കും. ഈ അള്ളാഹിന്റെ റസൂല് ശപിച്ചു പറഞ്ഞാൽ അള്ളാഹിന്റെ റസൂല് ഡയറക്റ്റ് എടുക്കുന്ന തീരുമാനമല്ല അത്. ജിബീൽ മുഖേന അള്ളാഹു അറിയിച്ചു കൊടുക്കുന്ന തീരുമാനമാണ്. അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഹദീസിൽ പച്ചക്ക് പറഞ്ഞുകൊണ്ടു മുഹന്നിസീങ്ങളെയും മുത്തറജിലാത്തിനെയും അള്ളാഹിൻ്റെ റസൂൽ ശപിച്ചുകൊണു. മുഹന്നിസീന എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ ആൺവേഷം ധരിക്കുക, മുത്തറജിലാത്ത് പറഞ്ഞാൽ പുരുഷന്മാർ പെൺവേഷം ധരിക്കുക. ആ പറഞ്ഞതിൽ ഒരു കാര്യം ഉറപ്പുണ്ട്, അതായത് എല്ലാ മനുഷ്യന്മാരെയും പരിപൂർണമായിട്ടാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഒരു മനുഷ്യന് കൊടുക്കാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും പെർഫെക്റ്റ് കോലം, എനിക്കിപ്പോൾ എൻ്റെ പെർഫെക്റ്റ് കോലം, അതേപോലെ ഓരോരുത്തർക്കും ഓരോ പെർഫെക്റ്റ് കോലത്തിലാണ് അള്ളാഹു ഇങ്ങോട്ട് ഭൂമിക്ക് അയച്ച് വിട്ടിട്ടുള്ളത്. പിന്നെ അതിൽ മാറ്റം വരുത്തൽ, ആണ് പെണ്ണാവലും പെണ്ണ് ആണാവലും പച്ചക്ക് ശപിച്ചു പോകുന്നു. അപ്പോൾ ആരും ഇങ്ങനത്തെ ഈ വർത്താനം കേട്ടിട്ട് മാറാൻ നിൽക്കല്ലേ. ഭയങ്കര കുറ്റാണ്. അക്ബറു മിനൽ കബായിരി, വൻദോഷങ്ങളിൽ വരെ പണ്ഡിതന്മാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക ഇൻഷാ അല്ലാഹ്.